പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ 13 വയസ്സ് പിന്നിട്ട ഹാഫിളായ മുഹസിൻ എന്ന കുട്ടിക്ക് മുസ്ലിം ലീഗിന്റെ വക ഒരു ഉപഹാരം നൽകിയിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കും എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ ഇന്നെല്ലാ വീടുകളിൽ നിന്നും അന്യം നിന്ന് കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ചാനലുകൾക്കും പുതിയ പുതിയ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കുമൊക്കെ വഴിമാറി കൊടുക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ ഖുർആന്റെ ആ മഹിതമായ വരികൾ ഹൃദയസ്ഥമാക്കി ഹാഫിളാകാൻ സ്കൂൾ പഠനം വരെ മാറ്റിവെച്ച് ഇടക്കാലത്ത് തൻ്റെ പ്രായപൂർത്തി ഘട്ടത്തിൻ്റെ ഏതാനും വാര ഇപ്പുറത്ത് വെച്ചു തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കൊച്ചനുജൻ ഹാഫിള് മുഹസിൻ എന്ന കുട്ടിയെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അള്ളാഹു രണ്ട് ലോകത്തും ഖൈറായ ഒരു അമലായി ആ കുട്ടിയുടെ പ്രവർത്തനവും ഇവിടെ ഉപഹാരം നൽകിയ സംഘടനയുടെ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിം ലീഗ് ഇതൊക്കെയാണ്. മുസ്ലിം ലീഗ് മറ്റുള്ളവരെ പോലെ കേവലം നേരം പോകാൻ വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കുന്നവരല്ല. ലീഗ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും വന്നിരുന്നു. അവരൊക്കെ വൈകി അതാ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദീനിന്റെ ആളുകളല്ല, നമ്മൾ ദുന്യാവിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വന്നവരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിൽ മുൻപന്തിയിലായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പുലിക്കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സിംഹക്കുട്ടികളെ, രാഷ്ട്രീയക്കാരന്റെ വോട്ടിന്റെ മഷി കയ്യിൽ പുരളാൻ പാടുണ്ടോ മക്കളെ എന്ന് ചോദിച്ച് ISS ഉണ്ടാക്കിയ അബ്ദുൽ നാസർ മഅദനി PDP എന്ന പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴതാ NDF എന്ന് പറയുന്ന സംഘടന രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്നോ പറയാൻ തുടങ്ങി, ഇതിന്റെ പോക്ക് നല്ലതിനല്ല, ഇത് ലീഗിനും അതേപോലെ രാഷ്ട്രീയത്തിനുമൊക്കെ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യാവകാശം എന്ന ഓമന പേരിട്ട് വന്ന അവർ ഈ രാജ്യത്ത് ചെറുപ്പക്കാരായ യുവാക്കളെ സംഘടിപ്പിച്ച് അവരോട് ബദറിന്റെയും ഉഹദിന്റെയും കഥ പറഞ്ഞ് സുബഹിക്ക് അവ്വല് ജമാഅത്തിന് ഒന്നാമത്തെ സ്വഫിലെത്തണമെന്നും നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു ജൂസ് ഓതണമെന്നും 1 കിലോമീറ്റർ ഓടണമെന്നും പഠിപ്പിച്ചവരാണ്. അവരും ഇപ്പോഴതാ അധികാരം ജനങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയ സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സമ്മേളനം വെച്ചിരിക്കുന്നു. തരക്കടില്ല, പറമ്പച്ചോടം തരക്കടില്ല എന്ന് കേട്ടപ്പോ മൊയിലേരുമായി ബ്രോക്കർ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അതൊക്കെ വരുന്ന രാഷ്ട്രീയത്തിലേക്ക്. നമ്മളെ ക്രൂശിക്കാൻ 1000 നാവായിരുന്നു ഇവർക്ക്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ SSFന്റെ ആദ്യത്തെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഹൈദരലി തങ്ങളെ ഇറക്കിയത് രാഷ്ട്രീയക്കാരനായ ഒരു കുടുംബാംഗം മതത്തിന്റെ തലപ്പത്തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കത്ത് പൊട്ടിച്ചു വായിച്ചതാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ എത്ര മഹല്ലിൽ നമ്മുടെ എതിരാളികൾ ലീഗുകാരനായി പോയി എന്നുള്ള കാരണത്താൽ ഖാലി പദവിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഖാലിയാകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഞങ്ങൾ അന്ന് പറഞ്ഞത് ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ വോട്ടാകുന്ന ആയുധം. അപ്പൊ മഅദനി പറഞ്ഞു ബുള്ളറ്റാണ് പ്രധാനം, നമ്മൾ പറഞ്ഞു ബാലറ്റാണ് പ്രധാനം. മത്സരിച്ചു. ഇപ്പൊ കണ്ടോ, എല്ലാരും രാഷ്ട്രീയ പാർട്ടിയായി വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഇതുവരെ പോകുന്ന ലൈൻ ശരിയായി. അതോടൊപ്പം വേറൊരു അപകടവും ഉണ്ട്. എന്താ അപകടം? നമ്മുടെ അങ്ങാടിയിൽ 5 ആള് 5 ഹോട്ടൽ തുറന്നാൽ എത്ര ആൾക്ക് കച്ചവടം ഉണ്ടാവും? എത്ര ആള് ചായ കഴിക്കാൻ വരും? ഒന്നൊക്കെ നടക്കാം. കേരളത്തിൽ മുസ്ലിം ലീഗിന് ബദലാകാൻ ഇതാ പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കി ഓരോരുത്തരും പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും കടന്നു വരുന്നു. ഇതിന്റെ നഷ്ടം നമുക്കും ഇതിന്റെ ലാഭം സമുദായത്തിന്റെ ശത്രുക്കൾക്കും. ഈ സാധുക്കൾ കേരളത്തിലെ അല്പം വെച്ചുള്ളൂ. 8 MLA മാർ
കേരളത്തിൽ ഒരു MP കേന്ദ്രത്തിൽ ഇന്ത്യയിൽ രാജ്യത്തിന്റെ പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയിൽ അയാൾ പോകുന്ന നാടാ കേരളം. ആ കേരളത്തിലായി ഇവർ തമ്പടിച്ച് നിൽക്കുന്നത്. നോക്കൂ, യത്തീം മക്കൾ കൂടുതലുള്ള നാടുണ്ട് വേറെ, യത്തീംഖാന കൂടുതൽ നാടിൽ ഇവിടെയാണ്. ഇവിടുത്തെ യത്തീംഖാനയിൽ യത്തീം കുട്ടികളെ ഇരുത്തിയിട്ട് ബെഞ്ച് ബാക്കിയായിട്ട് യത്തീം കുട്ടികളെ കിട്ടാത്തതിന്റെ പേരിൽ പെയിന്റ് അടിച്ചിരിക്കുന്നു. ദാറുൽ ഐത്താം വൽ മസാക്കീൻ, യത്തീമുകൾക്കും മിസ്കീന്മാർക്കും ചേരാം അനാഥ അഗതി മന്ദിരം എന്ന് പേര്. ഞാൻ ചോദിക്കുന്നു, പോകേണ്ടത് ഇവരൊക്കെ UP-യിലേക്കാണ്, പോകേണ്ട ഇവരൊക്കെ ബംഗാളിലേക്കാണ്. പാലക്കാട് വിട്ട തമിഴ്നാട്ടിലാ ദുരിതം, കാസർഗോഡ് വിട്ട കർണാടകയിലാ പ്രശ്നം. അങ്ങോട്ടാരുമില്ല. എല്ലാം ഈ ഉള്ള വെളിച്ചവും കൂടി കെടുത്താനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും ഈ വെളിച്ചവും കൂടി കെടുത്താനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ചോദ്യം ഏറ്റുവാങ്ങിയത് പാണക്കാട്ട തങ്ങളാണ്. പള്ളി പൊളിഞ്ഞത് ഉത്തർപ്രദേശിലാണ്, പക്ഷേ ഉത്തരം തേടി വന്ന പ്രദേശം പാണക്കാടാണ്. പാണക്കാട്ട തങ്ങളോട് ചോദ്യം, നിങ്ങൾക്ക് ഈ പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞു? ആരാ ഈ പാണക്കാട്ട തങ്ങൾ? പാണക്കാട്ട തങ്ങള് ദിനേന 100 കണക്കിന് പള്ളികൾക്ക് തറക്കല്ലിടുകയും തറക്കല്ലിട്ട പള്ളികൾക്ക് ഉദ്ഘാടന ദിവസം ഇമാമായി നിസ്കരിക്കുകയും ചെയ്യുന്ന മഹാനാണ്. നോക്കണം, ആ ലീഗാണ് ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരുപാട് കാലം ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെയും മറ്റുള്ളവരെയും രാഷ്ട്രീയ ലൈൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ചെലവഴിച്ച സമയത്തിന് കയ്യും കണക്കുണ്ടോ? എന്നിട്ട് ഇപ്പോഴതാ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴായി ഇവർക്കൊക്കെ നേരം വെളുത്തത്. നേരം വെളുത്ത സ്ഥിതിക്ക് പോകേണ്ട സ്ഥലം ഇവിടല്ല, അവിടെയാണ്, മറ്റുള്ളിടത്താണ്. അബ്ദുൽ നാസർ മഅദനി പറയുന്ന മലപ്പുറത്ത് വികസനം പോരാ എന്ന് പറഞ്ഞ് മഞ്ചേരിയിലും പൊന്നാനിയിലും തമ്പടിച്ചു പ്രവർത്തിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നു. വികസനത്തോട് ഈ സാധുവിന് വല്ല താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലം പറഞ്ഞു തരാം. വികസനത്തിന് വല്ല മോഹമുണ്ടോ? ബംഗാൾ, നിങ്ങൾ ആലോചിക്കണം, ആരാ പറയുന്നത്? നമ്മളല്ല, മാധ്യമം, പ്രബോധനം. എവിടെ ടാറിട്ട റോഡ് അവസാനിക്കുന്നുവോ അവിടെ നിന്നൊരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് മാധ്യമം എഴുതിയൊരു നാടുണ്ട്, പേര് ബംഗാൾ. എവിടെ കരണ്ട് കാൽ അവസാനിക്കുന്നുവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുകയായി, അവിടെ നിന്ന് അങ്ങോട്ടാ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം എന്ന് പ്രബോധനം എഴുതിയൊരു നാടുണ്ട് മഅദനി, പേര് ബംഗാൾ. ഒന്ന് പോകൂ അങ്ങോട്ട്. എല്ലാരും ഇവിടെയാണ്, കേരളത്തിലാ ഇവരൊക്കെ തമ്പടിച്ച് കഴിയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം നമുക്ക് ബോധ്യമായിരിക്കുന്നു, ലീഗിന്റെ തകർച്ചയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്ത് വികസനം പോരാ എന്ന് പറഞ്ഞു വരുന്ന മഅദനി, കൊല്ലത്ത് ഭയങ്കര റാഹത്തല്ലേ ഇപ്പോ? കൊല്ലത്തൊക്കെ ജനങ്ങൾക്ക് എല്ലാ നിലക്കും നാടൊന്നാകെ മാർബിളും മൊസൈക്കൊക്കെ ഇട്ട് തെങ്ങിന്റെ കുരല് വരെ സ്വർണം പൂശിയിട്ട് നിൽക്കല്ലേ? കൊല്ലത്ത് ഇപ്പൊക്കെ കബൂലായിക്കണം. മലപ്പുറം നന്നാക്കാൻ വരികയാണ്. മലപ്പുറത്ത് അലിഗഡ് ക്യാമ്പസ് കൊണ്ടുവരുമ്പോ അതിന് പാര വെക്കുന്നത് ആരാ? ഞങ്ങളാ. ഇപ്പൊ മാറ്റിട്ട് പാട്ടി പറയുന്നത് അതെന്താ പാണക്കാടനെ തുടങ്ങാൻ, അതെന്താ പെരിന്തൽമണ്ണെ തുടങ്ങിക്കൂടെ? അപ്പൊ വേറൊരു കൂട്ടര് പറയാ അത് നിലമ്പൂർ കൊണ്ടുപോയിക്കൂടെ. എന്താ അതിന്റെ അർത്ഥം? എന്താ? ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ ഉമ്മ എന്ന് പറയുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയെ മാതാവിനെ പോലെ കാണുകയാണ്. ഉമ്മ എന്റെ അടുത്ത് പാർത്തോളി, ഞാൻ നോക്കിക്കോളാം. അതാ പാണക്കാട്ട തങ്ങൾ പറയുന്നത്. പക്ഷെ ഇവരെന്താ പറയണേ? ഇവര് നേരം വെളുക്കോളം ഉമ്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയും വലിയും കൂടി അങ്ങോട്ട് പോരി അങ്ങോട്ട് പോരി. ഉമ്മാക്കൊരു സുഖം സ്വൈര്യം ഉണ്ടാവില്ല, ഉമ്മ ഒരു ഭാഗത്ത് കൊടുക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചെയ്യുന്ന പണി എന്താ? ഇത് കൊണ്ടുവരാനല്ല. മലപ്പുറത്ത് വികസനം പോരാ എന്ന് പറഞ്ഞ് ഇവിടെ തമ്പടിക്കുന്ന മിസ്റ്റർ മഅദനി ഈ മലപ്പുറത്തെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തപ്പോഴാണ് നിന്റെ ഇപ്പോഴത്തെ കാളിയരായ അച്യുതാനന്ദൻ പറഞ്ഞത്, ഗവർണർക്ക് കത്തെഴുതിയിട്ട്, ഗവർണറെ, ലീഗിന്റെ മന്ത്രിയായ ബഷീർ ഇതാ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു. വെറുതല്ല, ഒരു വെറും വർത്താനമല്ല, നേരെ ഒരു എഴുത്തെഴുതിയിട്ട് ഗവർണർക്ക് കത്തയച്ച മഹാന ആര്? ഇപ്പത്തെ മുഖ്യമന്ത്രി. അറിയോ?
അയാൾ നിങ്ങളെ കൂട്ടത്തിൽ ആ ഇടതു മുന്നണിയെ സഹായിക്കാനായി ഇവർ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ വികസനമാണോ ഇവർക്ക് ലക്ഷ്യം? മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനാണോ ലക്ഷ്യം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം ITC തടഞ്ഞത് ഞങ്ങളാണോ? ഇപ്പൊ അതാ മൻമോഹൻ സിംഗ് ധാരാളം പോളിടെക്നിക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാ അതിന്റെ പെർമിഷൻ കൊടുക്കേണ്ടത്? ഈ ഗവൺമെന്റാ. ഈ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് അങ്ങനെ കിട്ടൂല. നമ്മൾ സ്കൂൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോവുകയും നമുക്കെതിരെ തിരിയുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവര് ഇപ്പോ സ്കൂളിന് വേണ്ടിയിട്ട് പാത്രവുമായി നിന്നപ്പോ കോടതി പറയുന്നു തരില്ല. എന്താ തരൂല എന്ന് പറയാൻ കാരണം? കോടതിയിൽ ബേബിയും അച്യുതാനന്ദനും എഴുതി കൊടുത്തൊരു കടലാസ് വേറുണ്ട്. അതെന്താ? അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങളുടെ സ്കൂളിന്റെ നിലവാരം തകർത്തത്. കണ്ടോ? അത് കൊടുത്തത് ഈ ഗവൺമെന്റാണ്. പിന്നെ ആ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരളത്തിലെ മുസ്ലിം ജനത? അവര് മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കില്ല. അവര് മുസ്ലിം സമുദായത്തെ കൈയെടുക്കാൻ വേണ്ടി ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുക. ഇവിടെ ഈ മെച്ചമുള്ളൂ, ഇവിടെ ഈ മെച്ചമുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞതാണോ? സച്ചാർ കമ്മീഷൻ ചെയ്ത പണി എന്താ? സച്ചാർ കമ്മീഷൻ ചെയ്ത പണി, അയാളൊരു വലയുമായി അങ്ങ് ഇറങ്ങുക ചെയ്തത്. ആ വല അയാൾ ആസാമിൽ വീശി. ആസാമിൽ വീശിയപ്പോ കുറച്ച് കരുതലും കണ്ണനൊക്കെ അവിടുന്ന് കിട്ടി. ആ വലയുമായി അയാൾ ഗുജറാത്തിൽ പോയി വീശിയപ്പോ അവിടെ നിന്നും ഒരു കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ അവിടുന്ന് കിട്ടി. ആ വലയുമായി അയാൾ കേരളത്തിൽ വരിക. കേരളത്തിൽ അത് വീശിയപ്പോ ഒറ്റക്ക് താങ്ങാൻ കഴിയാഞ്ഞിട്ട് ഒരാളെ സഹായത്തിന് പിടിച്ചിട്ട് വലിച്ച് നേരെ കരക്ക് അണച്ചു കൂട്ടിയിട്ട് നോക്കുമ്പോ എന്താ കാണുന്നത്? കംപ്ലീറ്റ് ഒന്ന് നോക്കൂ നിങ്ങള്. വാള, മുള്ളുവാള, കണ്ണൻ, മുയ്യ്, അറിയണോ? അക്വാറിയത്തിൽ അലങ്കാരത്തിന് വെക്കാവുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ള മത്സ്യങ്ങൾ വരെ. അയാൾ പറഞ്ഞു കേരളം ടോപ്പ്, ഭയങ്കരം. ഈ വലയുമായി അയാൾ ബംഗാളിൽ പോയി. ബംഗാളിൽ ഇത് വീശി മാറ്റിട്ട് പാട്ടി ഭരിക്കുന്ന ബംഗാളി കരക്കൊക്കെ കൂട്ടി നോക്കുമ്പോ മക്കളെ കംപ്ലീറ്റ് ചേറും ചണ്ടിയും. ബർക്കത്തിനൊരു തവളാപ്പൊട്ടലുണ്ട്, അങ്ങ് തിരക്കടില്ല. ആ ബംഗാളാക്കുന്നാണ് ഈ മാർച്ചിട്ട് പാട്ടി മുസ്ലിം സമുദായത്തോട് പറയുന്നത്. അള്ള കാക്കട്ടെ എന്ന് ഞങ്ങളിപ്പോ വരക്കുന്നു. മാർച്ചിട്ട് പാട്ടി മുസ്ലിങ്ങളെ കാര്യത്തിൽ ഇപ്പോ ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പണത്തൂക്കം അവിടെ നിൽക്കട്ടെ. 1 ഗ്രാം നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ നന്ദിഗ്രാമിലെ മുസ്ലിങ്ങളോട് നിങ്ങളത് ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ മാർച്ചിട്ട് പാട്ടി ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? മാർച്ചിട്ട് പാട്ടി BJPയെ ഒരു ഭാഗത്ത് വളർത്തി, മറുഭാഗത്തോ മുസ്ലിം സമുദായത്തിൽ വരുന്ന തീവ്രവാദികളെയും വളർത്തി. BJPയെ വളർത്തിയത് എന്തിനാ? കോൺഗ്രസിനെ ഒരു മൂലക്കിരുത്താൻ. തീവ്രവാദികളെ മുസ്ലിം സമുദായത്തിൽ സഹായിച്ചത് എന്തിനാ? ലീഗിനെ ഒരു മൂലക്കിരുത്താൻ. BJP 2ൽ നിന്ന് ഒറ്റയടിക്ക് 86 100ൽ പരമായത്, രാജ്യം ഭരിച്ചത്. ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിക്കുമ്പോ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി വാജ്പേയി മാത്രമേ ഉണ്ടായിരുന്നു. ആ BJP ഒറ്റയടിക്കാണ് നാട് ഭരിച്ചത്. ഇ അഹമ്മദ് എന്ന ഒരാൾ മന്ത്രിയായപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു ഇ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ്. എന്നാൽ ഒരു പട BJP ഒന്നാകെ ഇന്ത്യ ഭരിച്ചപ്പോ ഇത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. ആ ഹലളൊക്കെ നമ്മൾ കണ്ടില്ല, ആ ബേജാറ് നമ്മൾ കേട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ ലക്ഷ്യം എന്താ? BJP വന്നാലും ലീഗ് വരരുത് എന്നാഗ്രഹം ഇല്ലേ? നമ്പൂതിരിപ്പാടിന് വോട്ട് ഡൽഹിയിൽ ഉണ്ടായിരിക്കുമ്പോഴാ BJPയും കോൺഗ്രസും മാത്രം മത്സരിച്ചത്. അന്ന് LK അദ്വാനി താമര ചിഹ്നത്തിൽ, ബൽറാം ജാക്കർ കോണി ചിഹ്നത്തിൽ. ആരാ ജയിച്ചത്? അവിടെ ജയിച്ചത് LK അദ്വാനി. നമ്പൂതിരിപ്പാടിന് വോട്ട് എവിടെ? ഡൽഹിയിൽ. ആ സാധു നമ്പൂതിരിപ്പാട് വോട്ട് അസാധു ആക്കൂല എന്ന് ഉറപ്പാണ്. പിന്നെ ആർക്ക് ചെയ്തു? അരിവാളിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, അദ്വാനി ജയിച്ചു. എന്താ നമ്പൂതിരിപ്പാട് പറഞ്ഞ മറുപടി? മുഖ്യശത്രുവായ BJPയെ പരാജയപ്പെടുത്താൻ ഞാൻ കോൺഗ്രസിനെ സഹായിക്കാത്ത രൂപത്തിൽ ഒരു തീരുമാനം എടുത്തു. എങ്ങനെയാണത്? മുഖ്യശത്രുവായ BJPയെ പരാജയപ്പെടുത്താൻ
കോൺഗ്രസിനെ സഹായിക്കാത്ത രൂപത്തിലൊരു തീരുമാനം. ആ പണി എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുമ്പ് മയ്യത്ത് നിസ്കാരം നടന്നിരുന്ന സദസ്സിൽ ഉസ്താദ് പറഞ്ഞു അത്രേ, ഇന്നാലിന്നാൾ മരണപ്പെട്ടിരിക്കുന്നു, ആയതുകൊണ്ട് ഹയാത്ത് കാലത്ത് ഇയാളുമായിട്ട് ആർക്കെങ്കിലും വല്ല ഹക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഇത് കേട്ട് പിന്നിലെ സ്വപ്പിൽ നിന്നൊരു സാധു ഓടി വന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, സഹോദരന്മാരെ, ഈ മരിച്ചു കിടക്കണ ചങ്ങാതിക്ക് ഞാൻ ഒരു 10,000 ഉറുപ്പ്യ കൊടുക്കാണ്ട് അത് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കണ്. ആര് കൊടുക്കാനുള്ള ആൾ? ഒന്ന് നോക്കൂ, മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ആരെ കൂടെ നിന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് BJPയെ വളർത്തി വലുതാക്കി, അവർ ഇന്ത്യ ഭരിച്ചു, നാട് കുട്ടിച്ചോറാക്കി എന്ന് ബോധ്യമായപ്പോ മാർക്സിസ്റ്റ് പാർട്ടി നേരെ എങ്ങോട്ട് തിരിഞ്ഞു? ഇപ്പൊ നിങ്ങൾ ആർക്കാ പിന്തുണ കൊടുത്തത്? ഇപ്പൊ നോക്കൂ, ഈ വാർഡ് സമ്മേളനത്തിലെ പ്രമേയം വരെ എന്താ? ജനാധിപത്യ ചേരിക്കൊപ്പം നിൽക്കുക. ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ തുണക്കുട്ടികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയ നല്ലൊരു മുദ്രാവാക്യം, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ജനാധിപത്യ ചേരിയിൽ നിന്നോളി. നാട്ടിക മൂസ മുസ്ലിയാര് പറയാറുണ്ട്, മക്കളെ ഏത് കളിയും കളിച്ചോളിയും, ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. അതാണ് ഈ മുദ്രാവാക്യത്തിന്റെ പൊരുൾ. മാർക്സിസ്റ്റ്